തമിഴിലെ ഫേമസ് ആക്ടർ ആയിട്ടുള്ള വിജയ് സേതുപതിയുടെ ഫേവറേറ്റ് ചിക്കൻ 65ന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ കഴുകി വൃത്തിയാക്കിയ 1/4 കിലോയോളം ചിക്കൻ പീസസ് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് 1/4 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഒരു 4-5 കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒട്ടും തരയില്ലാതെ നല്ല മഷി പോലെ നരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ അരപ്പ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇതെല്ലാം ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ഈ ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റി ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും തൊലിയോടുകൂടി ചതച്ചെടുത്ത് 5-6 അല്ലി വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത് ഇളക്കി മൂപ്പിച്ച് കോരി മാറ്റി ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതിന്റെ മുകളിലായി ഇതുപോലെ ഇട്ടുകൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്ത് കഴിച്ചാലുണ്ടല്ലോ നമ്മൾ ആദ്യം നമ്മുടെ വിജയ് സേതുപതി അണ്ണനോട് ഒരു താങ്ക്സ് പറയും. അത്രയ്ക്ക് അടിപൊളിയാന്നേ. അപ്പൊ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ ഇപ്പൊ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.